ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധ കർത്താവിന്റെ പവിത്രനാമത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ നിത്യസ്നേഹത്തിന് പാത്രീഭൂതരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയരെ, ഈ പുതിയ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ നൽകിയ ആലോചന അത് ദൈവകുഞ്ഞുങ്ങൾക്ക് കൈമാറുക. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും അഭിഷിക്തനായ പൗലോസ് കൊലോസിലുള്ള ജനങ്ങളോട് ആവശ്യപ്പെടുന്നു, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കിവെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. കൊലോസ്യ ലേഖനം 1:13 ഈ വാക്യത്തെ ആധാരമാക്കി പരിശുദ്ധാത്മ നൽകിയ അരുളപ്പാട് പ്രസ്താവിക്കുവാൻ എളിയവൻ കൃപയിൽ ആശ്രയിച്ച് ക്രൂശിൽ മറയുന്നു. സ്തോത്രം. പാപത്തിന്റെ ഇരുട്ടറയിൽ അമിക്കപ്പെട്ട മാനവജാതിയെ പുത്രന്റെ രക്തം ചിന്തി രക്ഷിച്ച ദൈവം നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കിവെച്ചു. പ്രിയരെ, ഇതാണ് വീണ്ടും ജനനം. കേട്ടോ, വീണ്ടും ജനനം മതം മാറുന്നതല്ല, ചടങ്ങല്ല, ആചാരമല്ല, അനുഷ്ഠാനമല്ല, കൂദാശയല്ല. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിന് നിന്നെ അവകാശിയാക്കി മാറ്റുന്നതാണ് വീണ്ടും ജനനം. പൗലോസ് പറയുന്നു, ഇതിന് നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഭൗതിക നന്മ ലഭിച്ചാൽ നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാറുണ്ടല്ലോ. എന്നാൽ നാളുകളായി ഇരുട്ടിന്റെ അധികാരത്തിൽ അമിക്കപ്പെട്ടിരുന്ന നിന്നെ സ്നേഹസ്വരൂപനായ പുത്രൻ തന്റെ രാജ്യത്തിലാക്കി വെച്ചതിന് ഇടവിടാതെ സ്തോത്രം ചെയ്യണം. കേട്ടോ, ശ്രദ്ധിക്കൂ കുഞ്ഞെ, നിനക്ക് സൗഖ്യത്തരൻ മരുന്നിന് കഴിഞ്ഞേക്കും. ലോൺ എടുത്താണെങ്കിലും വീട് വയ്ക്കാം. ശുപാർശ ഉണ്ടെങ്കിൽ ജോലി കിട്ടിയേക്കാം. സൗന്ദര്യമോ സാമ്പത്തിക ഭദ്രതയോ ഒക്കെ ഉണ്ടെങ്കിൽ വിവാഹം നടക്കും. നല്ല ട്യൂഷന് പോയാൽ പരീക്ഷയിൽ ജയിക്കാം. എന്നാൽ മക്കളെ, നിന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കാൻ എന്റെ ദൈവത്തിനല്ലാതെ ആരെക്കൊണ്ടും കഴിയില്ല. പ്രിയരെ, തിരുവെഴുത്ത് നമ്മെ ബോധ്യമാക്കുന്ന അതിപ്രധാനമായ ഒരു വസ്തുതയാണ്. എന്താണ്? ഇരുട്ടിന്റെ അധികാരം എന്നൊരു മൂവ്മെന്റ് ആഗോള വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. തിയോളജിസ്റ്റുകൾ സമ്മതിക്കുമോന്നറിയത്തില്ല, പക്ഷേ വേദപുസ്തകം അങ്ങനെ പറയുന്നു. ഇന്ന് പുലരിയിൽ ദൈവശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇരുട്ടിന്റെ സ്വാധീന വലയത്തിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഇരുട്ടിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഹല്ലേലൂയ. മക്കളെ, നിന്റെ ഭവനത്തിൽ ഇരുട്ടിന്റെ അധികാരം സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ, തലമുറയുടെ മേൽ ജോലി സ്ഥലത്ത്, ബിസിനസ്സിൽ, ദാമ്പത്യ ജീവിതത്തിൽ അന്ധകാര ശക്തിയുടെ സ്വാധീനമുണ്ടെങ്കിൽ വിടുവിച്ച് പുത്രന്റെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്നുള്ളതാ ദൈവത്തിന്റെ പദ്ധതി. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണേ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പുത്രന്റെ അധികാരത്തിന് കീഴിൽ വരാതെ എന്തു ചെയ്താലും ഫലമുണ്ടാകത്തില്ല. കേട്ടോ, ഇരുട്ടിന്റെ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഉപവാസ മഹോത്സവം നടത്തിയിട്ട് കാര്യമില്ല. ക്രൂസൈഡ് നടത്തിയാൽ പ്രയോജനമില്ല. പള്ളി പണിഞ്ഞിട്ട് കാര്യമില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷവും ചാരിതാർത്ഥ്യവും ഒക്കെ ഉണ്ടാകും. പക്ഷെ നിത്യാനന്ദം അനുഭവിക്കണമെങ്കിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് പുത്രന്റെ അധികാരത്തിന് കീഴിൽ നീ വരണം. അതിന്റെ പേരാണ് വീണ്ടും ജനനം, രക്ഷാനിർണയം. ഈ ലൈറ്റ് കെടുത്തുമ്പോൾ മുറിയിലെത്തുന്ന ഇരുട്ടിനെ കുറിച്ചല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. അന്ധകാര ലോകത്തിന്റെ അധിപതിയായ ഒരുത്തനുണ്ട്. അവനാണ് ഇരുട്ടിന്റെ അധികാരി. വ്യക്തിജീവിതങ്ങളിൽ ഇരുട്ട് നിറയ്ക്കുന്നവൻ, കുടുംബത്തിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം തല്ലിക്കെടുത്തുന്നവൻ. കുഞ്ഞെ, നാട്ടുകാർക്കെല്ലാം നിന്റെ ഭർത്താവ് പ്രിയപ്പെട്ടവനാ. വീട്ടിൽ വരുമ്പോ മട്ടുമാറുന്നു. കുടുംബത്തിലുണ്ടായിരുന്ന സന്തോഷം കെട്ടുപോയിട്ട് നാളെത്രയായി. ഈ പ്രതികൂലത്തിൽ നിന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ദൈവപുത്രൻ ഈ പുലരിയിൽ മക്കളെ നിന്റെ തൊട്ടരികിൽ വന്നിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്യണം. കേട്ടോ, ആശുപത്രിയിൽ ചെല്ലുമ്പോൾ പറയുന്നു ഒരു രോഗവും കാണുന്നില്ല. പക്ഷെ വീട്ടിൽ കാലുകുത്തിയാൽ വിവരിക്കാനാവാത്ത വേദനയാണ്. ശരീരം കുഴഞ്ഞു പോകുന്നു. കുഞ്ഞെ, ഇത് നിന്റെ അനുഭവമല്ലേ? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നെ വിടുവിക്കുന്ന യേശു ക്രിസ്തു നിനക്കായി അത്ഭുതം ചെയ്യുവാൻ ഇന്നും ജീവിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ കാര്യത്തിലും മുമ്പിലായിരുന്നു. അധ്യാപകർ പോലും പുകഴ്ത്തിയതാ. എന്നാൽ ഇന്ന് പാഠപുസ്തകം കയ്യിലെടുക്കുമ്പോൾ കുഞ്ഞിന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നു. പഠിക്കാൻ കഴിയുന്നില്ല. വിദ്യാലയം എന്ന് കേൾക്കുമ്പോഴേ കൊലസ്ഥലത്തേക്ക് വലിച്ചഴക്കപ്പെടുന്ന തോന്നലാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് ശാസിക്കപ്പെടുകയാണ്. രക്തം ജയം, രക്തം ജയം. പ്രിയരെ, കുടുംബത്തിൽ ഇരുട്ടിന്റെ അധികാരം സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ എന്ത് കൂതാശ ചെയ്താലും സമാധാനമുണ്ടാകും. ഒറ്റ വഴിയുള്ളൂ, ക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിൽ വരിക. എന്നാൽ ഇരുട്ടിന്റെ ശക്തി നിന്നിൽ സ്വാധീനം ചെലുത്തുകയില്ല. യേശുവിന്റെ നാമത്തിൽ
മനസ്സിലായ മക്കളെ, പ്രതികൂലത്തിന്റെ നടുവിൽ വിടുതൽ കിട്ടിയാൽ പോരാ, പുത്രന്റെ രാജ്യത്തിലെത്തണം. ഇരുട്ടിന്റെ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് എത്ര അന്യഭാഷ പറഞ്ഞാലും പെരുന്നാൾ നടത്തിയാലും ഒരു ഗുണവുമില്ല. മുഖം നിന്റെ തോളിൽ നിന്നും മാറണം. ഹല്ലേലൂയ. ഈ സ്വാധീനത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നത് കേൾക്ക്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 53-ാം വാക്യം. ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോട് ഇരുന്നിട്ടും നിങ്ങൾ എന്റെ നേരെ കയ്യോങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുട്ടിന്റെ അധികാരവും ആകുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ നാഴികയും ഇരുട്ടിന്റെ അധികാരവും. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാ മുറിയാണ് മഞ്ഞു പെയ്തിറങ്ങുന്ന ഗത്സമന. കർത്താവിന്റെ ശുശ്രൂഷ സമാപനത്തിലേക്ക് വരികയാണ്. സ്വർഗീയ പിതാവ് കാത്തുകാത്തിരുന്ന നിമിഷത്തിലേക്ക് എത്തുന്നു. ശിഷ്യന്മാരൊക്കെ കണ്ണിന് ഭാരമേറി ഉറങ്ങുകയാ. മുഴുലോകത്തിന്റെയും പാപഭാരം ചുമക്കുന്ന ക്രിസ്തുവിന്റെ ജീവരക്തം ഗത്സമനയിലെ പച്ചമണ്ണിൽ വീണു കുതിരുകയാണ്. എല്ലാ ദിവസവും കർത്താവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് പതിവാ. പക്ഷെ ഒരു പ്രതികൂലവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് ഒലിമലയുടെ താഴ്വരയോട് ഒഴുകുന്ന കിദ്രോൻ തോട് കീറി മുറിച്ചുകൊണ്ട് മതമേധാവികളും കാപാലിക കൂട്ടവും വാളും വടിയും തീവട്ടി പന്തങ്ങളുമായി കയറി വരികയാണ്. അവരോട് കർത്താവ് പറഞ്ഞ വാക്കാണ് നാം വായിച്ചത്. ഇത് നിങ്ങളുടെ നാഴികയും ഇരുട്ടിന്റെ അധികാരവുമാകുന്നു. ഹല്ലേലൂയ. മകളെ, ഒലിവുമലയുടെ മുകളിൽ കാർമേഘം പോലെ ഇരുട്ടിന്റെ അന്ധകാരം, ഇരുട്ടിന്റെ അധികാരിയുടെ സ്വാധീനം ഗ്രസിച്ചിരിക്കുന്നു. അതാ കർത്താവ് പറഞ്ഞത്, ഇത് ഇരുട്ടിന്റെ അധികാരമാണ്. പ്രിയരെ, ഇരുട്ടിന്റെ അധികാരം സ്വാധീനം ചെലുത്തിയാൽ അവിടേക്ക് സകല നാശങ്ങളും ഒഴുകിയെത്തും. അന്ധകാരത്തിന്റെ അധിപതി അട്ടഹാസം മുഴക്കിയ ആ രാത്രിയിൽ വാളും വടികളും തീവട്ടി പന്തങ്ങളുമായി വന്നവരോട് കർത്താവ് ചോദിച്ചു, ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോട് ഇരുന്നിട്ടും നിങ്ങൾ എന്റെ നേരെ കയ്യോങ്ങിയില്ല. പലവട്ടം കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, മലയുടെ മുകളിൽ നിന്ന് തള്ളിയിടാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ തൊട്ടില്ല. ഒരിക്കൽ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥൻ കൊടുത്ത മൊഴിയെന്താ? ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. ആ ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യാതെ മടങ്ങിപ്പോയെന്ന്. കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥൻ പോലും തൊട്ടില്ല. എന്നാൽ ഗത്സമനയിൽ നോക്കൂ, വചനം പറയുന്നു, അവർ അവന്റെ മേൽ കൈവച്ചു. എന്തുകൊണ്ട് സാധിച്ചു? യേശു പറയുന്നു, ഇത് നിങ്ങളുടെ നാഴികയാണ്. അവൻ ഇരുട്ടിന്റെ അവൻ സ്വാധീനമാണ് എന്ന് പറഞ്ഞാൽ പുത്രന്റെ മേൽ കൈവയ്ക്കാൻ മഹാദൈവം അനുവദിച്ച നാഴികയാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇരുട്ടിന്റെ അധികാര ശക്തി പത്തിവിരിക്കും. ഹല്ലേലൂയ. പിതാവ് അനുവദിച്ചപ്പോൾ പുത്രൻ ഏൽപ്പിച്ചു കൊടുത്തു. ലോകം പറഞ്ഞു സാത്താൻ ജയിച്ചു. പക്ഷേ 3-ാം ദിവസം ഇരുട്ടിന്റെ ശക്തിയെ ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് ദൈവപുത്രൻ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. നീതിമാനെ കുറ്റവാളിയാക്കുന്ന ഇരുട്ടിന്റെ ശക്തി, പ്രാർത്ഥിക്കുന്നവനെ കുത്തി മുറിവേൽപ്പിക്കുന്ന ഇരുട്ടിന്റെ ശക്തി, സഹകരിക്കുന്നവരെ ഓടിച്ചു കളയുന്ന അന്ധകാരത്തിന്റെ സ്വാധീനം ഇന്ന് അനേകരുടെ ജീവിതത്തെ ഇരുട്ടിന്റെ ശക്തി യാതനാപൂർണമാക്കുകയാണ്. മക്കളെ, ഇത് നിന്റെ അനുഭവമാണെങ്കിൽ ക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴടങ്ങുക. കർത്താവ് നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഗത്സമനയിലേക്ക് നോക്കുക. അവിടെ നീതി നിഷേധിക്കപ്പെട്ടു, സത്യം മറയ്ക്കപ്പെട്ടു, കരുണ ഇല്ലാതെയായി, ദയ അകന്നുപോയി, കഷ്ടത കുന്നുകൂടുകയാണ്. അറിയാത്ത കാര്യം കണ്ടെന്ന് പറയാൻ കള്ളസാക്ഷികൾ എഴുന്നേൽക്കുന്നു, ഇല്ലാ കഥകൾ പ്രചരിക്കപ്പെടുന്നു, നീതിമാൻ ശിക്ഷിക്കപ്പെടുന്നു, ഒട്ടിച്ചേർന്ന് നിന്നവർ വിട്ടകന്നു പോകുന്നു. കുഞ്ഞെ, ഇരുട്ടിന്റെ അധികാരം സ്വാധീനം ചെലുത്തിയാൽ ഇതാണ് സംഭവിക്കുക. വളരെ പ്രാർത്ഥനയോട് ശ്രദ്ധിക്കണമേ. പരിശുദ്ധാത്മ വ്യക്തിജീവിതങ്ങളെ വിവരിച്ചുകൊണ്ട് ഇന്ന് പകലിൽ അവൻ ദൂതറിയിക്കുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് അവനോട് സംസാരിച്ചത് കേട്ടോ. ഇതൊന്നും പറയാനുള്ള ആഗ്രഹത്തോടെ അല്ല എളിവൻ ശുശ്രൂഷയ്ക്കായി മുട്ടുമടക്കിയത്. സ്വർഗം തരുന്ന അരുളപ്പാട് പ്രഖ്യാപിക്കുക. മക്കളെ, നിന്റെ ജീവിതത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നെങ്കിൽ, മഹാപാപികൾ നിന്നെ കുറ്റം വിധിക്കുന്നെങ്കിൽ, നിന്റെ ഭാഗം കേൾക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, ഇരുട്ടിന്റെ ശക്തി സ്വാധീനം ചെലുത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ കടും കെട്ടിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കുന്ന കർത്താവ് ജീവിക്കുന്നു. അവൻ നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനത്രേ. ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. നല്ല യൗവനത്തിൽ കുടുംബത്തിന്റെ സംരക്ഷണം ചുമലിലേറ്റിയവനാ. സഹോദരിമാരുടെ വിവാഹമൊക്കെ നടത്തി അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടം സഹിച്ചാ ചെയ്തത്. ചെറ്റക്കുടലിന്റെ സ്ഥാനത്ത് നല്ല വീടുണ്ടായി. സഹോദരന്മാർ ഓരോ നിലയിലെത്തിച്ചു. യൗവനം മുഴുവനും അന്യദേശത്ത് കഷ്ടപ്പെട്ടു. ക്ഷീണനായി നാട്ടിൽ തിരിച്ചെത്തി
നോക്കിയിരിക്കുക. ഇപ്പോൾ സഹോദരങ്ങൾക്ക് നീ ചെയ്തൊന്നും വിലയില്ലാതായിരിക്കുന്നു. അല്പം മണ്ണ് വാങ്ങി ഒരു വീട് വയ്ക്കാൻ കയ്യിൽ ബാക്കിയൊന്നുമില്ല. സഹോദരങ്ങൾ പറയുന്നു, കുടുംബ വീട് ഇളയ പുത്രനുള്ളതാണ്, ഉത്തരവാദിത്വങ്ങൾ ചെയ്തതൊക്കെ ചേട്ടന്റെ കടമയാ, അതിന് കണക്കൊന്നും പറയാനില്ല. കുഞ്ഞേ, നീ കുടുംബത്തിന് വേണ്ടി ചെയ്തത് ഏതുമില്ലാതായിരിക്കുന്നു. അതിനേക്കാൾ ഉപരി ചെയ്യാത്ത കുറ്റങ്ങൾ നിന്റെ മേൽ ആരോപിക്കപ്പെടുന്നു. നിന്റെ വാക്ക് കേൾക്കുന്നത് പോലും മറ്റുള്ളവർക്ക് അസഹനീയമായിരിക്കുന്നു. സത്യത്തിന് സ്ഥാനമില്ലാതായിരിക്കുന്നു. ഒരിക്കൽ നിന്നോട് ആണയിട്ട് പറഞ്ഞവർ പറഞ്ഞിട്ടേ ഇല്ലെന്ന് ആണയിടുന്നു. ഇതാണ് സാഹചര്യം. ആമീൻ. സംശയിക്കേണ്ട. അന്ധകാര ശക്തിയുടെ സ്വാധീനം വ്യാപരിച്ചിരിക്കുന്നു. രക്തം ജയം സാരമില്ല മക്കളെ. നീ ചെയ്ത സൽപ്രവൃത്തികൾക്ക് ആരും വില കൽപ്പിക്കുന്നില്ലെങ്കിലും എല്ലാം ദൈവം കുറിച്ചു വച്ചിട്ടുണ്ട്. അമർത്തി കുലുക്കി കവിയുന്നയാളവായി പ്രതിഫലം നിന്റെ മടിയിൽ തരുവാൻ സ്വർഗം കുറിച്ചു വച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ ആയിരിക്കുന്ന ഇടത്തിരുന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ഒരു പഴയ നിയമ സംഭവം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനമാണ് 37 അധ്യായം അതിന്റെ 11 വാക്യം. അശൂർ രാജാക്കന്മാർ സകല ദേശങ്ങളോട് ചെയ്തതും അവയ്ക്ക് ഉന്മൂലനാശം വരുത്തിയതും നീ കേട്ടിട്ടുണ്ടല്ലോ. അടുത്തത്, നീ വിടുവിക്കപ്പെടുമോ? ഒരു ചോദ്യമാണ്. ദുഷ്ടൻ ചോദ്യമുയർത്തുകയാണ്, വെല്ലുവിളി ഉയർത്തുകയാണ്. നീ വിടുവിക്കപ്പെടുമോ? സ്തോത്രം. ഉന്നതന്മാർ കീഴടങ്ങിയതാണ്, വീണുപോയതാണ്, ഉന്മൂലനാശം ഭവിച്ചതാണ്. അങ്ങനെയിരിക്കെ നീ വിടുവിക്കപ്പെടുമോ? പ്രാർത്ഥന മനുഷ്യനായ ഹിസ്കിയാവിനോടാണ് ചോദ്യം. പ്രാർത്ഥിച്ചു മരണവിധിയെപ്പോലും തിരുത്തിച്ചവനോടാ ചോദ്യം. സ്തോത്രം. നീ വിടുവിക്കപ്പെടുമോ? അശൂർ രാജാവിന്റെ സേനാധിപനാണ് ചോദ്യമുയർത്തുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് വിടുതലുണ്ടാകുമെന്നാണോ നീ കരുതുന്നത്? ദൈവത്തിൽ ആശ്രയിച്ചവർ ആരെങ്കിലും എന്റെ യജമാനന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടിട്ടുണ്ടോ? അശൂർ രാജാക്കന്മാർ എതിർത്തവർ ആരും ഭൂമിയിൽ ജീവനോടില്ല കേട്ടോ. പിന്നെ നീ വിടുവിക്കപ്പെടുമോ? സ്തോത്രം. കുടുംബത്തിലെ സ്വസ്ഥത നശിച്ചു. ആമേൻ. തലമുറകളുടെ നന്മകൾ തടയപ്പെടുന്നു. പ്രതികൂലം വർദ്ധിക്കുന്നു. നിന്റെ മനസ്സ് ചോദിക്കുന്നു, ഇതിൽ നിന്നും വിടുവിക്കപ്പെടുമോ? യേശുവിന്റെ നാമത്തിൽ നുറുങ്ങിയ ഹൃദയത്തോടായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കാൻ കഴിയുന്ന മഹാദൈവത്തിന്റെ കരം ഈ പുലരിയിൽ നിനക്ക് വേണ്ടി ചലിക്കും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അനേക ദൈവകുഞ്ഞുങ്ങൾ പറയുന്നു, ദൈവദാസനെ എന്ത് കാരണമെന്നറിയുന്നില്ല. ഓമനിച്ചു വളർത്തിയ പൈതൽ മാതാപിതാക്കളെ കാണുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു, മുറിയിൽ കയറി കതക് വലിച്ചടയ്ക്കുന്നു. വളരെ കഷ്ടം സഹിച്ച് അവരെ പഠിപ്പിച്ചത്, ഡിഗ്രി എടുത്തിട്ടും ജോലിക്കൊന്നും പോകുന്നില്ല, പ്രായമേറിയേറി വരുന്നു, വിവാഹവും നടക്കുന്നില്ല. ഇതിനൊരു പരിഹാരമുണ്ടോ? ഞങ്ങൾ വിടുവിക്കപ്പെടുമോ? സ്തോത്രം. പിന്നെ നീ കാണുന്നില്ലെങ്കിലും കാര്യങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ അധികാരം കർത്താവിന്റെ ആത്മാവ് കാണുന്നു. നിന്റെ സകല പ്രശ്നത്തിനും ദൈവസന്നിധിയിൽ പരിഹാരമുണ്ട്. ഹല്ലേലൂയ. അധ്വാന ഫലം ഏറിയ പങ്കും ആശുപത്രിയിൽ കൊടുക്കുന്നു. പലിശ കൊടുത്തു മടുത്തു. ഉദ്ദേശകാര്യമൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പലവട്ടം എഴുതിയിട്ടും പരീക്ഷയിൽ തോറ്റുപോയി. പ്രതീക്ഷയോടെ തുടങ്ങിയ ഭവനത്തിന്റെ പണി മുടങ്ങിയിട്ട് നാളുകളായി. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മുന്നിലായിരുന്ന വളരെ താഴെയായിരുന്നവർ സെലക്ട് ചെയ്യപ്പെട്ടു. മക്കളെ, നിന്റെ വിഷയം ദൈവസന്നിധിയിൽ സമർപ്പിക്ക്. പരിഹാരമുണ്ട്. ശത്രു ചോദിക്കുന്നു, വിടുവിക്കപ്പെടുമോ? റബ്ശാക്കെ വെല്ലുവിളിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഹിസ്കിയാവ് പറയുന്നു, യെശയ്യാ 37:3, ഇത് കഷ്ടവും ശാസനയുമുള്ള ദിവസമാണ്. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. രാജാവ് തന്റെ നിസ്സഹായത തുറന്നു പറയുക. സൈന്യമുണ്ട്, ആയുധമുണ്ട്, കരബലമുണ്ട്, എല്ലാമുണ്ടെങ്കിലും ശത്രുവിന്റെ മുൻപിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസമാകും. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിക്കാനോ ശക്തിയില്ല. നന്മ പുറത്തു വരാൻ, അനുഗ്രഹം വെളിപ്പെടാൻ സമയമായിരിക്കുന്നു, പക്ഷേ പ്രാപിച്ചെടുക്കാൻ കഴിയുന്നില്ല. എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇരുട്ടിന്റെ അധികാരം അത്രമേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. എന്തെങ്കിലും സ്വയം തൊഴിൽ ചെയ്യാമെന്ന് കരുതി, സ്ഥിരതയെക്കുറിച്ച് ദൈവാത്മാവ് പറയുക, എന്തെങ്കിലും സ്വയം തൊഴിൽ ചെയ്യാമെന്ന് കരുതി തുടങ്ങിയ സംരംഭം തീരാ നഷ്ടത്തിൽ കലാശിച്ചു. തൊട്ടതെല്ലാം പരാജയം. ഒന്നും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞവർ കണ്ട ഭാവം നടിക്കുന്നില്ല. വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. ക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിലേക്ക് വാകുഞ്ഞേ, ഇരുട്ടിന്റെ അധികാരം നിന്നെ വിട്ടുപോകും. ദൈവത്തിന് മഹത്വം. കുഞ്ഞേ, ന്യായം നിന്റെ ഭാഗത്തായിരുന്നിട്ടും വിധി നിനക്കെതിരായിരിക്കുന്നു. ഭക്തൻ പറഞ്ഞതുപോലെ വാങ്ങാത്തത് നീ തിരികെ കൊടുക്കേണ്ടി വരുന്നു. മനസ്സു ചോദിക്കുന്നു, നീ വിടുവിക്കപ്പെടുമോ? പരിശുദ്ധാത്മാവിന്റെ ആലോചന കേൾക്കുകുഞ്ഞേ. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഉയർന്നിരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. കോടതി വിധി നിനക്കെതിരായാലും ദൈവത്തിന്റെ വിധി നിനക്ക് അനുകൂലമായിരിക്കും. യേശുവിന്റെ നാമത്തിൽ
ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നന്നായി ജോലി ചെയ്തിട്ടും ശാസനയാണ് കേൾക്കുന്നത്. എന്ത് നന്മ ചെയ്താലും നിന്നയാണ്. ആശ്വാസത്തിന്റെ വാക്ക്, അഭിനന്ദനത്തിന്റെ, പ്രോത്സാഹനത്തിന്റെ വാക്ക് കേൾക്കാനേയില്ല. കൈ തൊടുന്നതെല്ലാം നഷ്ടമാണ്. ഒരു ദോഷവും ആർക്കും ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ളവർ വെല്ലുവിളിക്കുകയാണ്. ശത്രു ചോദിക്കുന്നു, നീ വിടുവിക്കപ്പെടുമോ? ഈ പ്രതികൂലത്തിൽ നിന്ന് നീ കരകയറുമോ? വിശ്വാസത്താൽ വിളിച്ചു പറയുക, എന്റെ ദൈവത്താൽ എനിക്ക് ജയമുണ്ട്. എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും. എന്റെ ദൈവത്താൽ ഞാൻ ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവം ശത്രുവിനെ എന്റെ കാൽ കീഴെ ആമേൻ മെതിച്ചു കളയും. അതെ, തീർച്ചയായും ഞാൻ വിടുവിക്കപ്പെടും. ഓ സ്തോത്രം. ഒരിക്കൽ പ്രാർത്ഥനയിൽ വൻ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒരു ദൈവദാസൻ ഇപ്പൊ താങ്കൾക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. മനസ്സിലിരുന്ന കാര്യങ്ങൾ ആ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നത്. മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. കഷ്ടവും നിന്നയും ശാസനയും മാത്രമാണ്. അടച്ചുപൂട്ടുകയെ വഴിയുള്ളൂ. ഇതാ നിന്റെ മനസ്സ് പറയുന്നത്. ദേവദാസനെ, നിന്റെ തലയിൽ അഭിഷേകമുള്ളപ്പോൾ തന്നെ ഇങ്ങനെ പറയാൻ ഇടവരുത്തിയത് ഇരുട്ടിന്റെ അധികാരം സ്വാധീനം ചെലുത്തിയത് കൊണ്ടാ. അത് മറക്കരുത്. ഓ രക്തം ജയം. ആരോ പിടിച്ചൊതുക്കുന്നത് പോലെ ശുശ്രൂഷയിൽ ശോഭിക്കാനാവുന്നില്ല. വചന ശുശ്രൂഷയിൽ ദൂത് വെളിപ്പെടുന്നില്ല. ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നൊരു തോന്നൽ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്നു. ചിരിയെന്നേ നഷ്ടപ്പെട്ടു. ഭവനത്തിൽ ദമ്പതികൾ തമ്മിൽ സംസാരം കുറഞ്ഞു. പ്രതീക്ഷയറ്റ മനസ്സോടെ കഴിയുന്ന ജീവിതമേ, ഇന്ന് പുലരിയിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നെ വീണ്ടെടുക്കാൻ കർത്താവ് തന്റെ കരം ചലിപ്പിക്കുന്നു. വിശ്വസിക്കുക, നീ വിടുതൽ പ്രാപിക്കുകയാണ്. ഒരു കാര്യം കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. ഇരുട്ടിന്റെ സ്വാധീനത്തിൽ കിടന്നുകൊണ്ട്, അഥവാ ദൈവപുത്രന്റെ അധികാരത്തിന് കീഴിൽ വരാതെ നീ എന്തു തീരുമാനമെടുത്താലും അത് നടപ്പിലാക്കാൻ കഴിയത്തില്ല കേട്ടോ. സ്തോത്രം. ഇസ്രായേൽ മക്കളെ നോക്ക്. അവർ ചോരത്തളി ആചരിച്ച ശേഷം മിസ്രയീമിൽ നിന്നില്ല. ചെങ്കടൽ കടന്നപ്പോഴാ പാടിയത്, ഫറവോന് ഞാൻ ഇനി അടിമയല്ല. ഫറവോന്റെ സിറ്റ് ഔട്ടിലിരുന്ന് പാടിയാൽ ഒരു ഫലവുമില്ല. പാടുന്നെങ്കിൽ വേർപാട് പാലിച്ച് ചെങ്കടൽ കടക്കണം. പത്രോസ് പറയുന്നു, അത് സ്നാനത്തിന് ഒരു മുൻകുറി. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ക്രിസ്തുവിന്റെ രക്ഷയെ കരഗതമാക്കി പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് മാറുവാൻ കർത്താവിന്റെ അധികാരത്തിന് കീഴിൽ ഭാവി ജീവിതം സമർപ്പിക്കുക. അങ്ങനെ ചെയ്താൽ നീ അപ്പ എന്നൊന്ന് വിളിച്ചാൽ വിടുവിക്കുന്ന ദൈവം ഇറങ്ങിവരും. കർത്താവിന്റെ അധികാരത്തിന് കീഴടങ്ങാൻ ഏൽപ്പിച്ചു കൊടുത്ത് വിടുവിക്കുന്ന ദൈവം, ആമേൻ, വിടുവിക്കുന്ന ദൈവത്തിന്റെ ശക്തി നീ അനുഭവിച്ചറിയും. ജീവിതത്തെ കരിമ്പടം പുതപ്പിക്കുന്ന ഇരുട്ടിന്റെ അധികാരി ആയുധവർഗം വെച്ച് നിന്റെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കും. ഓ സ്തോത്രം. മാരക രോഗങ്ങൾ, അടുത്ത ബന്ധുക്കളുടെ പെട്ടെന്നുള്ള മരണം, എത്ര ശ്രദ്ധിച്ചു വാഹനം ഓടിച്ചാലും അപകടം സംഭവിക്കുന്നു. കുഞ്ഞെ, ഇനിയൊരു പ്രതികൂലം നിന്റെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. പുത്രന്റെ രാജ്യത്തിൽ പ്രവേശിക്കുക. ദുഷ്ടൻ തൊടാതെ ദൈവം നിന്നെ സൂക്ഷിക്കും. ശത്രു തകർക്കാതെ കർത്താവ് നിന്റെ തലമുറകളെ പരിപാലിക്കും. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. എത്ര പ്രാവശ്യം പരീക്ഷ എഴുതി, എത്ര പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. പരിശുദ്ധാത്മാവ് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാം, മക്കളെ, ഇന്നു മുതൽ നിന്റെ പ്രതിസന്ധി വഴിമാറും. ഞാൻ നിന്നെ വിടുവിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ ബലമുള്ള കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്റെ വിലാപത്തെ നൃത്തമാക്കും. രട്ടുമാറ്റി സന്തോഷം ഉടുപ്പിക്കും. പണ്ടുള്ളതൊന്നും ഓർക്കണ്ട, മുമ്പുള്ളത് ഓർത്ത് നെടുവീർപ്പിടണ്ട. കർത്താവ് നിനക്ക് വേണ്ടി വലിയവ ചെയ്യും, പുതിയതൊന്നു ചെയ്യും. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിന് അവകാശിയാകുക. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് മടങ്ങി വരാം. അരാം സൈന്യത്തിന്റെ അട്ടഹാസം പാളയത്തി മുഴങ്ങുമ്പോൾ, രാജ്യം മുഴുവനും ഇരുട്ടിന്റെ അധികാരം കാർമേഘം പോലെ വിരസിച്ചു നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ ആമേൻ രാജാതിരാജാവായ യഹോവയുടെ സന്നിധിയിൽ മുട്ടുമടക്കി. ഇതാ യെശയ്യാപ്രവാചകന്റെ ഒരു ശിഷ്യൻ കടന്നുവന്ന് പരിശുദ്ധാത്മാവിന്റെ ആലോചന അറിയിക്കുകയാണ്. യുദ്ധം യഹോവയ്ക്കുള്ളത്. നീ സമാധാനമായിരിക്കുക. വിടുവിക്കുന്ന ദൈവമാണ്. 37:11. ശത്രു ചോദിച്ചു, നീ വിടുവിക്കപ്പെടുമോ? കുടുംബ സമാധാനം നഷ്ടമായിട്ട് നാളുകളായി കണ്ണുനീരും പ്രാർത്ഥനയുമായി കഴിയുന്നു. നിന്നോടാ ചോദ്യം, നീ വിടുവിക്കപ്പെടുമോ? ബയോപ്സി റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുകയാ. ശത്രു ചോദിക്കുന്നു, നീ വിടുവിക്കപ്പെടുമോ? സാമ്പത്തിക വിഷയത്തിൽ തകർന്ന് ധരിപ്പണമായി കിടക്കുന്ന നിന്നോടാ ചോദ്യം, നീ വിടുവിക്കപ്പെടുമോ? വിശ്വാസത്താൽ പറയുക, എന്റെ ദൈവം എന്നെ വിടുവിക്കും. കർത്താവ് എന്നെ സൗഖ്യമാക്കും. കുടുംബത്തിൽ സ്വസ്ഥത നൽകും. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ദൈവം എന്നെ ആക്കി വയ്ക്കും. ഞാനതിനെന്നെ സമർപ്പിക്കൂ. ആമേൻ. വിടുവിക്കപ്പെടുമോ എന്ന് വെല്ലുവിളിച്ച അശൂർ രാജാവിന്റെ പാളയത്തിൽ അന്ന് രാത്രി യഹോവയുടെ ഒരു ദൂതൻ ഇറങ്ങി. 1,85,000 പരാക്രമശാലികൾ നിലംപരിചായി. വെല്ലുവിളിച്ച അശൂർ രാജാവ് തന്റെ ദേവൻ രക്ഷിക്കുമെന്ന് കരുതി ക്ഷേത്രത്തിലോടിക്കയറി. അവിടെ വെച്ച് സ്വന്തം മക്കൾ അവനെ വെട്ടിക്കൊന്നു. വിളിച്ചപേക്ഷിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്കായി വൻ കാര്യങ്ങളെ ചെയ്യുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും അവൻ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സ്നേഹസ്വരൂപനായ ദൈവപുത്രന്റെ രാജ്യത്തിന് അവകാശിയായിട്ടില്ലെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, ഞാൻ എന്റെ പാപപ്രവൃത്തികളെല്ലാം ഉപേക്ഷിക്കുന്നു, എന്റെ പാപ സ്വഭാവങ്ങൾ ഉപേക്ഷിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ, എന്നെ അങ്ങയുടെ രാജ്യത്തിന് അവകാശിയാക്കി മാറ്റണമേ, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്നെയും ചേർക്കണമേ. പ്രാർത്ഥിക്കും മക്കളെ, സ്വർഗം നിന്നെ സഹായിക്കും. ഒരു പ്രാവശ്യം കൂടി ജീവന്റെ വചനം ദൈവകുഞ്ഞുങ്ങളുമായി പങ്കുവയ്ക്കാൻ അനുവദിച്ച നല്ല കർത്താവിന് നന്ദി പറയും. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, അടിമാലിയിൽ നിന്നും. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അറിയിക്കണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. നമ്പർ ഇതാണ് 9072141834. നല്ല കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് പ്രാർത്ഥനയോട് തിരുവചനത്തിന്റെ മുമ്പാകെ ഒരുമിച്ച് കൂടാം. അതുവരെ മഹാദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും വിരിക്കപ്പെട്ട ചെറുകടിയിൽ സൂക്ഷിക്കട്ടെ. God bless you in Jesus' name.